കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 21/9/2025 എന്നുള്ള ദിനത്തിൽ ഹൗസ് ചർച്ചിൽ അല്ലെങ്കിൽ വീട്ടിലെ സഭയായി കൂടിവരുവാൻ കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഈ അറബ് യുദ്ധം, ഇസ്രയേലും അറബ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം ലോകത്തിൻ്റെ ഒരു വഴിത്തിരിവിലേക്ക് മാറ്റപ്പെടുന്നു എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഇസ്രയേലിനെതിരെ റഷ്യയുടെ നേതൃത്വത്തിൽ പാർസികൾ, ഇറാൻ, തുർക്കി അങ്ങനെയുള്ള ചില അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്ത് ഇസ്രയേലിനെ തോൽപ്പിച്ച് 3-2 അവർ കൊന്നുകളയുകയും 1% ശേഷിക്കുകയും ചെയ്യുമ്പോൾ അവർ കുത്തിയെങ്കിലേക്ക് നോക്കി അവരുടെ മശിഹയെ നിങ്ങളുടെ പിതാക്കന്മാർ ക്രൂശിച്ചല്ലോ എന്നോർത്ത് അനുദപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുമെന്ന് സെഖറിയാ പ്രവചനം, മറ്റു പല പ്രവചന പുസ്തകങ്ങളിലൂടെയൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. വേദപണ്ഡിതന്മാർ അത് ശക്തമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മുൻപിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സംഭവ ഇതിഹാസങ്ങൾ നടക്കുന്നതിന് മുമ്പ് ദൈവസഭ മാറ്റപ്പെടും. ഇന്ന് ജാതികളുടെ നേരെയാണ് ദൈവത്തിൻ്റെ മുഖം തിരിഞ്ഞിരിക്കുന്നത്. ജാതികളായ നമ്മളെ ദൈവം പണിതുകൊണ്ടിരിക്കുക. എന്നാൽ ഇത് മാറിയിട്ട് ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം യഹൂദനോടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള സമയമാണ് 7 വർഷത്തെ മഹോദ്രവകാലം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. യാക്കോബിൻ്റെ കഷ്ടകാലം, യഹൂദ ജാതിയുടെ കഷ്ടകാലം എന്നൊക്കെ വേദപുസ്തകം പറയുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തുനിന്നോർത്ത് തലകളെ ഉയർത്തുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് സമയത്ത് എന്ത് സംഭവിക്കാം, എന്ത് പൊട്ടിത്തെറിയുമുണ്ടാകാം. ഇതിൻ്റെ നടുവിൽ പ്രത്യാശയുള്ള ദൈവമക്കളായിരിക്കാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണം തുടങ്ങുന്നതിന് മുമ്പ് സഭ ഇവിടുന്ന് മാറ്റപ്പെടും. ആ മാറ്റപ്പെടുന്ന സമയത്ത് നമ്മളും ഈയാമ്പാറ്റകളെപ്പോലെ ഈ ഭൂമിയിൽ നിന്ന് പറന്നു പോകണം. മരിച്ചുപോയാൽ ഉയർത്തെഴുന്നേറ്റ് വരണം. ജീവനിരുന്നാൽ രൂപാന്തരം പ്രാപിക്കണം. ഇത് രണ്ടിലൊന്ന് നമുക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ടൊരു ഫലമില്ല. ഒരു ക്രിസ്ത്യാനിയായി, ഒരു പെന്തക്കോസ്തുകാരനായി, ഒരു വിശ്വാസിയായി ജീവിച്ച് നരകാഗ്നിയിലേക്ക് പോകാനാണ് ഇന്ന് പലരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രവൃത്തികളിലൂടെ. എന്നാൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസങ്ങൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ പഠിച്ചതുപോലെ ഇത്തരയ്ക്ക് വേണ്ടി ഒരുങ്ങാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ആവർത്തിക്കുന്നു. ഒരു ലേഖനത്തിൽ 5 അധ്യായം 6 അധ്യായം ഉണ്ടെങ്കിൽ ആ 6 അധ്യായവും നമ്മൾ മുഴുവനായിട്ട് പഠിച്ചു കഴിയുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു കത്ത് എഴുതുമ്പോൾ, ഒരാൾക്ക് എഴുതുമ്പോൾ അതിൻ്റെ മുഴുവൻ ഭാഗവും വായിച്ചു തീർക്കുന്ന പോലെ ഇത് പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കത്തുകളാണ്, ലേഖനങ്ങളാണ്, ദൂതുകളാണ്, വചനങ്ങളാണ്. അതൊരധ്യായം വായിച്ചിട്ട് പിന്നെ വേറൊരു അധ്യായം എടുക്കുമ്പോൾ കുറച്ചൊക്കെ പഠിക്കാമെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ ആ ലേഖനത്തിൻ്റെ ആകത്തുക എന്താണെന്ന് നമുക്ക് ലഭിക്കുകയും അതിലൂടെ ഘനമേറിയ ഉപദേശങ്ങൾ നമുക്ക് പ്രാപിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കഴിയും. യാക്കോബിൻ്റെ ലേഖനം നവോത്ഥാന കർത്താവ് മാർട്ടിൻ ലൂതർ ശക്തമായി എതിർത്തിരുന്നു. കാരണം വിശ്വാസത്താലുള്ള നീതീകരണത്തെ താൻ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് പോയപ്പോൾ യാക്കോബ് പറയുന്നു, വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവർ വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ അനുഷ്ഠിക്കണമെന്ന് യാക്കോബിൻ്റെ ലേഖനം പറയും. മാർട്ടിൻ ലൂതർ ഒരു ടീച്ചറാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം ഒരു വേദ അധ്യാപകനായിരുന്നു. പക്ഷേ ഈ ലേഖനം പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളൊരു വെളിപ്പാടാണ് തൻ്റെ ഹൃദയത്തിൽ കിട്ടിയത്. അത് സത്യമാണ്. എന്നാൽ അതിനോട് ചേർത്ത് വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകണമെന്ന് യാക്കോബ് പഠിപ്പിക്കുന്നത് അതും സത്യമാണ്. എല്ലാവർക്കും ഒരുപോലെ വെളിപ്പാട് കിട്ടത്തില്ല. ഒരാൾക്ക് കിട്ടുന്ന വെളിപ്പാടിനേക്കാളും വ്യത്യസ്തമായിരിക്കും മറ്റുള്ളത്. എന്നാൽ ഈ വെളിപ്പാടുകളെല്ലാം വചനമാകുന്ന മുരുകല്ലിൽ ഉരച്ചു നോക്കുമ്പോൾ ഇതെല്ലാം ഒരുപോലെ ഇരിക്കും. ദൈവവചനവുമായിട്ട് ചേർന്ന് വരും ഈ വെളിപ്പാടുകൾ. അങ്ങനെയാണ് ദൈവവചനത്തിൻ്റെ പ്രസക്തി. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ ലേഖനത്തിൻ്റെ പഠനം വളരെ അർത്ഥസമ്പുഷ്ടമാണ്. 1-2 അധ്യായങ്ങൾ
കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് നമ്മൾ പഠിച്ചു. വലിയ വലിയ വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന പോലെയൊന്നും പഠിപ്പിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം എന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാർ ദൈവവചനം പഠിപ്പിക്കുന്നു. അതിൻ്റെ ഒന്നും ഒരു അരികത്തെത്താൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ അണ്ണാറക്കണ്ണന് തന്നാലാവുന്നത് എന്ന് പറഞ്ഞ പോലെ എന്നാലാവുന്നത് കർത്താവ് എനിക്ക് തന്നത്, കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, ഞാൻ പ്രാപിച്ചത് അത് നിങ്ങൾക്ക് പകർന്നു തരികയാണ്. അത് കേട്ടനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ഉണ്ടോ? ഇനിയിപ്പോൾ ഉപദേഷ്ടാക്കന്മാരെ കൊണ്ട് നിവൃത്തിയില്ലാത്ത കാലമായി. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഉപദേശിമാരാ. ഇവരൊക്കെ എങ്ങനെയുള്ളവരാണെന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കണം. ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണമെന്നുള്ളത് ദൈവവചനം ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആ വചന വെളിപ്പാടിൽ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകന്മാരെ വിലയിരുത്തുമ്പോൾ നല്ലൊരു ശതമാനം കട്ടപ്പുറത്ത് കയറി ഇരിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഉപദേഷ്ടാവിൻ്റെ ശരിയായ ക്വാളിറ്റി സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാതെ നിലനിൽക്കുക. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വചനത്തെ കൂട്ടിച്ചേർത്ത് പഠിപ്പിക്കാം, കൂട്ടി പഠിപ്പിക്കാം, മറിച്ച് പഠിപ്പിക്കാം, അവർക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ പഠിപ്പിക്കാം. അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഇതിനോട് കൂട്ടിച്ചേർക്കുകയും മറിച്ച് കളയുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ജീവവൃക്ഷത്തിൻ്റെ ഓഹരി ലഭിക്കാതെ അവർ നശിച്ചു പോകാനിടയെത്തി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനത്തെ അതിൻ്റെതായ നിലയിൽ തന്നെ പഠിപ്പിക്കണം. ഒരു വള്ളി പുള്ളി പോലും മാറ്റാൻ പാടില്ല. അവരറിയിച്ച് തന്ന പ്രമാണത്തെ ഒരു വള്ളി പോലും ഒരു കോമ പോലും മാറ്റി പഠിപ്പിക്കാൻ ആർക്കും അവകാശമില്ല. എന്നാൽ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ 100 മതഗ്രന്ഥങ്ങളുണ്ടെങ്കിലും യഥാർത്ഥ സത്യവചനം, പഥ്യവചനം, പഥ്യോപദേശം, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള സ്വർഗീയമായ പ്രമാണങ്ങൾ സത്യവേദ പുസ്തകത്തിൽ മാത്രമേയുള്ളൂ. 66 പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മാർമിക സത്യങ്ങളെ പിശാച് കോട്ടിക്കളഞ്ഞും കൂട്ടിച്ചേർത്തും മറിച്ചു കളഞ്ഞും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വളരെ ജാഗരൂകരായിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് വളരെ ഗഹനമായി നമ്മൾ പഠിക്കുമ്പോൾ ഈ ഉപദേശത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. ഈ ഉപദേശം അത് അങ്ങനെ തന്നെ പഠിപ്പിക്കണം. പൗലോസ് റോമാസഭയെ പഠിപ്പിച്ച പോലെ, കൊരിന്ത് സഭയെ പഠിപ്പിച്ച പോലെ, ഗലാത്യ സഭയെ പഠിപ്പിച്ച പോലെ, ഫിലിപ്പിയ സഭയെ പഠിപ്പിച്ച പോലെ, കൊലോസ്യ സഭയെ പഠിപ്പിച്ച പോലെ, എഫേസ്യ സഭയെ പഠിപ്പിച്ച പോലെ, തെസ്സലോനിക്ക സഭയെ പഠിപ്പിച്ച പോലെ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ പാസ്റ്റർമാർ സഭയെ ഈ ഉപദേശം അതിൻ്റെ തനിമയിൽ തന്നെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ എന്തോ പറ്റും? വിശ്വാസികൾ തെറ്റിപ്പോകും. അല്ലെങ്കിൽ എന്തോ പറ്റും? വിശ്വാസിക്ക് ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല. എന്നും കുന്നും ആത്മീയ ശിശുവായിട്ടിരിക്കും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് ഇവിടെ. ഇന്നലെ നടന്ന സംഭവം പറയാം. ഇന്നലെ നടന്നത് വാസലിൻ എന്ന് പറഞ്ഞ ഈ കാലിൻ്റെ വിണ്ട് കീറുന്നതിനും തണുപ്പ് സമയത്തൊക്കെ പുരട്ടുന്ന ഒരു സാധനം എടുത്ത് പുള്ളി മേലാസകനം അങ്ങ് പുരട്ടുക. ഞാൻ നോക്കുമ്പോൾ വാസലിൻ ഏകദേശം നല്ലൊരു ശതമാനം തീർന്നു. ഞാൻ വഴക്ക് പറഞ്ഞ് അത് എടുത്ത് മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവനെ വഴക്ക് പറയാനിടയോ കൈയും കാലും കഴുകാൻ പറഞ്ഞു. കാരണം എന്താ? ഒരു ശിശുവാണ്. ശിശുവിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങനെ പറയണമെന്നറിയത്തില്ല, എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയത്തില്ല. അത് മുഖാന്തരം എന്തു ചെയ്യും? എന്ത് ചെയ്യണമെന്ന് അറിയാത്തവൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ പലതും ചെയ്യുവാനിടയായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ശൈശവാവസ്ഥ വിട്ട് ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർധനവിലേക്കും ആത്മീയ നിറവിലേക്കും വരാൻ വേണ്ടി ശ്രമിക്കണം. അതിന് ഈ വാക്യങ്ങൾ വായിച്ച് പഠിക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ, ലേഖനങ്ങൾ പഠിക്കണം. വാക്കിനാൽ ലേഖനത്താൽ തന്ന
പ്രമാണങ്ങളെ പഠിക്കണം. യാക്കോബ് പറയുന്നു, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ഈ കാലഘട്ടത്തിൽ എത്രയോ ശക്തമായി പ്രസംഗിക്കപ്പെടേണ്ട ഒരു വാക്യമായത്. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ള നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. മോശ പോയ സ്ഥാനത്ത് അഹരോൻ ഉപദേഷ്ടാവായി സംഭവിച്ചതെന്താണ്? വലിയ ദുരന്തം. ജനം മരിച്ചു വീഴാനിടയായി തീർന്നു. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ അനേക കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ഹുമലോക്സും അലക്സാണ്ടറും വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഒത്തിരി ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. സോളമന്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്, തകർന്നു പോയവർ. അഭിഷക്തനായ ശൗൽ സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു. ഹല്ലേലൂയ. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് ഉപദേഷ്ടാക്കന്മാരാകരുത്. SSLC തോറ്റു കഴിഞ്ഞാൽ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കൂടുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് സത്യമാണ്. കാരണം തോറ്റ് തൊപ്പിയിട്ടവനൊക്കെ ഈ ബൈബിൾ കോളേജിലേക്ക് പോന്നേക്കുക. അവിടെ 3 നേരം ചാപ്പാട് കിട്ടും, 8:45 ബൈബിൾ കോളേജിൽ. ഒരു നേരം പോലും വീട്ടിലില്ലാത്ത പിള്ളേരൊക്കെ ഇവിടെ വന്നാൽ 3 നേരം സുഖസമൃദ്ധമായ ചാപ്പാട്. പിന്നെ ഏതെങ്കിലും ചർച്ചകളിൽ പോയി സാക്ഷി പറയുകയോ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയോ അവിടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അവിടെ ഭൗതിക കാര്യങ്ങളൊക്കെ നിറവേറ്റപ്പെടും. അതിന് ഒത്തിരി പേര് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എഫേസ്യ ലേഖനം 4:11 വാക്യങ്ങളൊന്ന് വായിക്കാം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയമനം. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെച്ച ഒരു ഗ്രൂപ്പിനെ അവിടെയും പറയുന്നു. ഹല്ലേലൂയ. പത്രോസിനെ വിളിച്ചു ശുശ്രൂഷകനാക്കി വെച്ചു. ആടുകളെ മേയ്ക്കുക, ആടുകളെ പാലിക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക, ഡയറക്റ്റ് ശുശ്രൂഷകനാക്കി. അതുപോലെ ശിഷ്യന്മാരെല്ലാം അപ്പോസ്തലനായ പൗലോസിനെ ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരും സംഘടനകളാക്കി വെക്കുന്നവരും സ്വയം കയറിയാകുന്ന 3 ഗ്രൂപ്പാണ് ഇന്ന് ആത്മീയ കോളത്തിലുള്ളത്. ദൈവമാക്കി വെച്ചവന്റെ പ്രത്യേകത എന്താ എന്ന് പറഞ്ഞേ? ദൈവമാക്കി വെച്ചവൻ ദൈവത്തിന്റെ വചനം സംസാരിക്കും. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. അപ്പൊ ഇവിടെ ഈ വാക്യത്തിൽ നമ്മൾ പഠിക്കേണ്ടത്, അനേകർ ശിക്ഷാവിധി ഏറ്റുവാങ്ങത്തക്ക നിലയിലാണ് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വേദനാജനകമാണ് പ്രിയമുള്ളവരെ. സ്തോത്രം. തീത്തോസിന്റെ ലേഖനം നമ്മൾ പഠിച്ചു വരുമ്പോൾ തീത്തോസിന്റെ ലേഖനം എല്ലാവരും എടുത്താൽ ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം? തീത്തോസ് 1:6 വാക്യം മുതൽ, മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏകഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനായാൽ അനിന്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലഭമോഹിയും അരുത്. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനായിരിക്കണം. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായി പലരുമുണ്ടല്ലോ. വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. പഴയ നിയമം പ്രസംഗിച്ച് നടക്കുന്നവർ, പരിച്ഛേദന പ്രസംഗിക്കുന്നവർ, ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാനെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് പറയുമ്പോൾ അത് പ്രസംഗിക്കാതെ പരിച്ഛേദനയുടെ ഉപദേശം പ്രസംഗിക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഇവിടെ ആ വാക്യം ഫിലിപ്പിയ ലേഖനത്തിൽ കിടക്കുന്ന വാക്യമാണ് ഞാൻ വായിച്ചത്.
ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3:2 അവിടെയും വിച്ഛേദനക്കാർ, പരിച്ഛേദനക്കാർ, പഴയ നിയമത്തിലെ കെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ ഇതൊക്കെ പ്രസംഗിച്ച് ജനത്തെ നിത്യമായ നാശത്തിലേക്ക് തള്ളിക്കളയുന്നവർ. ദൈവമക്കളെ ഇവർ സൂക്ഷിക്കണം. നമ്മുടെ വിഷയം എന്താ? അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ ആരും ഉപദേഷ്ടാക്കന്മാരാകരുത്. 2 തിമോഥെയോസ് 4:1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക, അസമയത്ത് ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോട് ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ആ കാലമാണിത്. പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് ചെവിക്ക് ഇൻപം തോന്നുന്നത് പ്രസംഗിക്കുക. കേരളത്തെ കീഴ്മേൽ മറിച്ചൊരു പാസ് എനിക്കൊരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞു, ഭാര്യയോട് ചോദിച്ചു, നിനക്ക് ഏത് കളർ സാരി വേണം? വെളുത്ത സാരിയിൽ കറുത്ത പൊട്ടുള്ളത്. അതിനെന്താ വല്ല പ്രത്യേകത വല്ലതും ഉണ്ടോ? പുള്ളിക്ക് പ്രത്യേകത കാണുമായിരിക്കാം. ഡിസ്കോ ഡാൻസ് ഒക്കെ കളിച്ച് കാണിക്കുന്ന അതുകൊണ്ടാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സാരിയും ചീലയും തുണിയും മേടിക്കുന്ന കാര്യമല്ല പ്രസംഗം. വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക, പ്രബോധിപ്പിക്കുക, തർജ്ജനം ചെയ്യുക, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ഇവിടെ ഇതാ പൗലോസ് പറയുന്നു, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് ചെവിക്ക് ഇൻപമുള്ള കാര്യങ്ങൾ. തലതിരിഞ്ഞ മക്കള് വിദേശത്തേക്ക് ദൈവം അയക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ കർണരസമാണത്, ചെവിക്ക് സുഖമാ. ഗുണം പിടിക്കാത്ത മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ആ ദൈവദാസം കൊള്ളത്തില്ല. പിന്നെ ഗുണം പിടിക്കാത്തവൻ അമേരിക്കയിൽ പോയി കാശുണ്ടായിക്കൊണ്ട് വരുമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ദൂത് പറയുന്നു, ഉപദേശിക്ക് കൊട്ടപ്പടി കാശ്. ഈ ദുഷ്പ്രവണത ആഗോള വ്യാപകമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. പ്രവാചകന്മാരുടെയും കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേഷ്ടക്കന്മാരുടെയും വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന ഒരു വലിയ തലമുറയായി നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം അധപ്പതിച്ചു പോയി. വചനം ദുർലഭമായി. ഏലിയുടെ കാലത്തെന്ന പോലെ വചനം ദുർലഭമായി പോയി. കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. കെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ. ഒരു രോഗി സൗഖ്യമായെങ്കിൽ 1.5 മണിക്കൂർ പ്രസംഗത്തിൽ 45 മിനിറ്റ് ഈ രോഗിയുടെ സൗഖ്യമാണ് പ്രസംഗിക്കുന്നത്. അത് പാഴ് ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിലൂടെ സഭയെ ഉപദേശിച്ച ഉപദേശങ്ങളെല്ലാം പ്രയോജനമുള്ളതാണ്. അത് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ഗ്രഹിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ആ വചനത്തിൻ്റെ വെളിപ്പാടുകൾ അവരുടെ ഉള്ളിൽ വീണ് അവർ നല്ല കറതീർന്ന ആത്മീകരായി മാറണം, കരുത്തന്മാരായ ആത്മീകരായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ഇതൊരു കൽപ്പനയാ. പൗലോസ് പറഞ്ഞു, നീ പ്രവാചകനായിരിക്കുക, ആത്മീയനായിരിക്കുക, ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. 1 കൊരിന്ത്യർ 16:37. അത് അറിയുന്നില്ലെങ്കിൽ അറിയാതിരിക്കട്ടെ. 38. അങ്ങനെ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരുന്നോട്ടെ എന്നാ പറഞ്ഞത്. ചില പ്രയോഗങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നതല്ല. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ. എന്താ പറയുന്നത്? പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് വാദിച്ച് ഇടപെട്ട് മടുത്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയും, ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. വാദിച്ച് മടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവസാന 66 പുസ്തകങ്ങളിലെ അവസാന പുസ്തകത്തിൻ്റെ അവസാന താളുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു, നീ അനീതി ചെയ്യുന്നെങ്കിൽ അനീതി ചെയ്തോ, നീ അഴുക്കുള്ളവനാണെങ്കിൽ അഴുക്കായിക്കോ, നീ ഇനി നന്നാകണ്ടെന്ന് തന്നെ പറഞ്ഞു. കാരണം എന്താ? നിന്നെ നരകത്തിൻ്റെ വെറുകൊള്ളിയായിട്ട് മാറ്റിയിരിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനീതി ചെയ്യുന്നത് നമുക്ക് നിർത്താം, അഴുക്കാകുന്ന അവസ്ഥകൾ നമ്മൾ നിർത്താം.
വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ ഉപദേഷ്ടാക്കന്മാർ ദൈവവചനത്തെ അതിൻ്റെ പരിപാവനമായ നിലയിൽ പഠിപ്പിക്കുന്നില്ല എന്നോർത്ത് ഞാൻ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 26 മുതൽ ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള പുരോഹിതന്മാരുടെ ഒരു വിഷയമെടുത്ത് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തുക. ഇന്നത്തെ കാലഘട്ടത്തുള്ളവർക്കും ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിലെ പുരോഹിതന്മാരുടെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തു. സ്തോത്രം. എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലവും തമ്മിൽ വേർതിരിച്ച് തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. തെറ്റും ശരിയും കാണിച്ചു കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കാതെ വണ്ണം അവർ എൻ്റെ ശബത്തുകളെ നോക്കാതെ വണ്ണം കണ്ണടച്ചു കളയുന്നു. അതിൻ്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിയുവാനും ദേഹികളെ നശിപ്പിക്കുവാനും നോക്കുന്നു. ചെന്നായ്ക്കൾ, ആട്ടിൻതോൽ ധരിച്ച ചെന്നായ്ക്കൾ. ഞാൻ പോയ ശേഷം ജനത്തെ ആദരിക്കാത്ത ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. പൗലോസ് പറഞ്ഞു. ചെന്നായ്ക്കളെ സൂക്ഷിപ്പാൻ കർത്താവ് പറഞ്ഞു, അപ്പോസ്തലൻ പറഞ്ഞു, ഇതാ പ്രവാചകനും പറയുന്നു. പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേ. സ്വത്രം. അതിൻ്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന്. ഇന്നത്തെ പാസ്റ്റർമാരുടെ സമ്പത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? 10 കോടി, 15 കോടി, 20 കോടി, 30 കോടി, ഒരാൾക്ക് 16,000 കോടി. കഞ്ഞിക്ക് വകയില്ലാതിരുന്ന പ്രിയപ്പെട്ട പാസ്റ്റർമാർക്ക് ഇപ്പോൾ വരുമാനം എത്രയാ? 10 കോടി, 15 കോടി. ഒരാൾ വീട് 11 കോടി. ഇതൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ, നിങ്ങളോട് ക്ഷമിക്കണേ. 100 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങളും ഇത് മറ്റുള്ളവരോട് പറയണം. ഈ കൊള്ളരുതായ്മകൾ നിർത്താനായിട്ട് നിങ്ങൾ പറയണം. സഭയിൽ പ്രബോധിപ്പിക്കണം. എഴുന്നേറ്റ് നിന്ന് പ്രബോധിപ്പിക്കണം. സഭയിൽ സംഘടനാ ബന്ധം കളയുന്നെങ്കിൽ കളയട്ടെ. വിശുദ്ധ ഉപദേശം പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെ ചവിട്ടി പുറത്താക്കുന്ന സംഘടനകളായി ഇന്നത്തെ നമ്മുടെ സംഘടനകൾ അധപ്പതിച്ചിരിക്കുന്നു. ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലിനവും തമ്മിൽ ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കുന്നില്ല. ശുദ്ധമേത് അശുദ്ധമേത് എന്നുള്ള വകതിരിച്ചു കൊടുക്കുന്നില്ല. പിന്നെ എന്താ പ്രസംഗിക്കുന്നത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ പോകുന്നു, ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എല്ലാ വീടുകളിലും അനുഗ്രഹത്തിൻ്റെ കൂമ്പാരം തരാൻ പോകുന്നു. ഇതൊക്കെ സാത്താൻ്റെ ദൂതുകളാണ്. ഇതൊന്നും കേട്ട് മയങ്ങിപ്പോകരുത്. ഒരു ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്വം വിശ്വാസിയിലുള്ള ജീവിതത്തിൻ്റെ ക്രമക്കേടുകളെ പ്രാർത്ഥിച്ച് ദൈവാത്മാവിൽ ആത്മാവധിക്കുന്ന വചനങ്ങളെടുത്ത് അവരെ പ്രബോധിപ്പിച്ച് ആ അശുദ്ധിയുടെ മേഖലയിൽ നിന്ന് വിശുദ്ധിയുടെ മേഖലത്തിലേക്ക് അവരെ നടത്തി അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുക എന്നുള്ളതാണ്. വിശുദ്ധ ഗണമായി നിൽക്കുക എന്നുള്ളതാണ്. പൗലോസിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ നിർമ്മല കന്യകയായി നിർത്തുക എന്നുള്ളതാണ്. നിർമ്മല കന്യക, ചേസ്റ്റ് വെർജിൻ. ഇതാണോ ഇന്ന് സംഭവിക്കുന്നത്? ശുശ്രൂഷന്മാരുടെ അവസ്ഥകൾ വളരെ വേദനാജനകമാണ് പ്രിയമുള്ളവരെ. യെശയ്യാപ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഞാൻ നിങ്ങളെ പല പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വായിക്കാനായിട്ട് പിന്നെയും പ്രേരണ തരുന്നുണ്ട്. കാരണം യാക്കോബ് ശുശ്രൂഷന്മാരെ കുറിച്ചാണല്ലോ. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് അനേക ശുശ്രൂഷകന്മാരാകരുത്. യെശയ്യാപ്രവചനം 3-ാം അധ്യായത്തിൽ എന്താ എഴുതി വെച്ചേക്കുന്നത്? നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. 10-ാം വാക്യം. എൻ്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. തെക്കും വടക്കും അറിഞ്ഞിടാത്ത കുട്ടികളാണ് ഇന്ന് വിശ്വാസികളായിട്ട് പീഡിപ്പിക്കുന്നത്. സ്ത്രീകൾ അവരെ വാഴുന്നു. സ്ത്രീ ശുശ്രൂഷ കനത്തുകൊണ്ടിരിക്കുക. നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. ഒരു വിശ്വാസിയെ വഴിതെറ്റിക്കുന്നത് ആരാ? നടത്തുന്നവർ. അപ്പം അതിനാണോ സ്വത്രാശ കൊടുക്കുന്നത്? അതിനാണോ ദശാംശം കൊടുക്കുന്നത്? അല്ല. പക്ഷെ എന്താ ചെയ്യുക? വിശ്വാസികൾക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധമില്ല.
എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, പാസ്റ്റർമാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയാനുള്ള പറയുക, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് ദൈവജനത്തെ നടത്തുന്നില്ലെങ്കിൽ, പത്യവചനം പത്യോപദേശത്തോട് ജനത്തെ നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കണം. സഭയിലുള്ള വിശ്വാസികളോട് ഞാൻ പറയുക, മാറി ചിന്തിക്കണം. നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ തെറ്റിച്ചു കളയുന്നു. നടത്തുന്നവർ നമ്മളെ നരകത്തിലേക്ക് തള്ളിക്കളയുന്നു. അവർക്കും രക്ഷയില്ല, അവരാൽ നടത്തപ്പെടുന്നവർക്കും രക്ഷയില്ല. ഹല്ലേലൂയ. എൻ്റെ ജനമേ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ തെറ്റിക്കുന്നു. നീ നടക്കേണ്ടുന്ന വഴി അവർ എന്ത് ചെയ്യുന്നു? നീ നടക്കേണ്ടുന്ന വഴി അവർ മറിച്ചു കളയുന്നു, നശിപ്പിച്ചു കളയുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ പുരോഹിതന്മാരും പ്രവാചകന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഭയങ്കരമാണ്, ഭയങ്കരമാണ്. ചില അധ്യായങ്ങളൊക്കെ തന്നെ ഈ പുരോഹിതന്മാരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും മാത്രമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഞാനതുകൊണ്ട് വായിച്ചത് കൊണ്ടും പഠിച്ചത് കൊണ്ടും ഞാൻ പറയുക, യെരമ്യാവിൻ്റെ, യെഹെസ്കേലിൻ്റെ, യെശയ്യാവിൻ്റെ ചില വേദഭാഗങ്ങളൊക്കെ നമ്മളെടുത്ത് ധ്യാനിച്ചാൽ അവരെന്ത് ചെയ്യുന്നു? ഒരു ശുശ്രൂഷന്മാരെ തെറ്റിച്ച് കളയുന്നത് ഒരു ശുശ്രൂഷയായിട്ട് എടുത്തിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാനത് വായിച്ച് സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. ആ നിലവാരത്തിലേക്ക് വന്നിരിക്കുക. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുരോഹിതന്മാരും ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി നിത്യമായ നാശത്തിലേക്ക് തള്ളിക്കളയുന്നവരായിരുന്നു അവരിൽ മിക്കപേരും. എന്നാൽ പ്രവചന പുസ്തകങ്ങൾ എല്ലാം കൂടെ എടുത്ത് പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെയാണ് 23-ാം അധ്യായത്തിൽ കർത്താവ് എന്ത് ചെയ്യുന്നത്? കഠിനമായി ശാസിക്കുന്നത്. ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, കുരുടന്മാരും പിന്നെ നരകത്തിൽ തള്ളിക്കളയുന്നവരുമായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്നത്. ഒരുത്തനെ കടലും കരയും കടന്ന് നിങ്ങൾ മരത്തിൽ ചേർത്തിട്ട് അവനെ ഇരട്ടിച്ച, ഒരു നരകത്തിലല്ലെന്ന്, ഇരട്ടിച്ച നരകത്തിലൊന്നുമില്ല, 2 നരകത്തിൽ പോകത്തക്ക നില, ഇരട്ടിച്ച നരകം. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. സുവിശേഷ വില ചെയ്യാൻ വിളിയില്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് ജീവിച്ചു കൊള്ളുക. ജനത്തെ നശിപ്പിക്കരുത്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും പ്രസംഗിച്ച് ജനത്തെ നടത്താൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ സ്വത്രം ജോലി ചെയ്ത് ജീവിക്കുക. ശാസനയും തർജ്ജനവും കഠിനമായി ശാസനയും ഉപദേശത്തിലുള്ളതാണ്. അത് മയപ്പെടുത്തേണ്ട കാര്യമില്ല. രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ ശാസിക്കുമല്ലോ, ശാസിക്കില്ലേ? ശാസിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്ത് ആത്മീയ കോളത്തിലായിക്കൂടാ? ആത്മീയ കോളത്തിൽ എന്താ നടക്കുന്നത്? ഹലോ, റോമർ 16-17 വാക്യങ്ങൾ വായിച്ചു. അതോടെ വായിച്ചിട്ട് ഞാൻ അടുത്ത വാക്യത്തിലേക്ക് വരാം. സ്തോത്രം, സ്തോത്രം. റോമർ 16-17 വാക്യങ്ങൾ വായിക്കും. കിട്ടിയില്ല? റോമർ 16-17 നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി തൊന്നപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളുകയും. ദുർപക്ഷന്മാരെ കുറിച്ച് പറയുക ഇവിടെ. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി, പഠിച്ച ഉപദേശത്തിന് വിപരീതമായി, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് വിപരീതമായി, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി തൊന്നപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയല്ല, ഞങ്ങളുടെ വയറിനെ അത്രേ, അതായത് കഞ്ഞിക്ക് വേണ്ടി പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയെന്ന്. അടുത്ത എന്താ കഴിഞ്ഞിരിക്കുന്നത്? ഞങ്ങളുടെ വയറിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്ക് മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. വഞ്ചിക്കുന്നു. തത്വജ്ഞാനം വെറും വഞ്ചനയും പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുക.
ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുക. സഹോദരന്മാരെ, ഇത് തിരിച്ചറിയുക. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. സ്വത്രം സ്വത്രം സ്വത്രം.